കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവൻ തോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. വേണ്ട, വരുന്നില്ലെങ്കിൽ വേണ്ട. അത് എങ്ങനെ ഇഷ്ടമല്ലേ? നമ്മളായിട്ട് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. ഗംഗയുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. മനസ്സിലുള്ളത് ഇങ്ങനെ തുറന്നു പറയുന്നവരെ എനിക്കിഷ്ടമാണ്. ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ വേറെ അഭിപ്രായം പറയുന്നവരെയാണ് സൂക്ഷിക്കേണ്ടത്. ഏത് തർക്കമോ നിഷേധമോ ആയിട്ടല്ല ഗംഗമോൾ സംസാരിച്ചത്. അതെനിക്ക് മനസ്സിലായി സാറേ. ഒന്നാലോചിച്ചാല് മോള് പറഞ്ഞതല്ലേ ശരി. സ്വന്തം തറവാട് ഒഴിഞ്ഞു കിടക്കുമ്പോ ചേച്ചിയുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയി താമസിക്കേണ്ട കാര്യമുണ്ടോ? യുക്തിയാണത്. കുറച്ചു മുമ്പ് ചേച്ചി ഒരു കാര്യം പറഞ്ഞു. പക്വതയില്ലാത്ത കുട്ടിയുടെ അവിവേകം നമ്മൾ ക്ഷമിക്കണമെന്ന്. 100% ശരിയായ കാര്യമാണ് കേട്ടോ. ഞാൻ അതിനോട് അപ്പോഴും യോജിച്ചു, ഇപ്പോഴും യോജിക്കുന്നു. പക്ഷെ അതിനൊരു മറുവശമുണ്ട്. അത്തരം അവിവേകങ്ങളെ തിരുത്താനുള്ള കടമ നമ്മൾ മുതിർന്നവർക്കുണ്ട്. ഇല്ലേ? പറഞ്ഞാട്ടെ, ഇല്ലേ? അതൊക്കെയുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, കല്യാണ തലേന്ന് രാത്രിയിലാണല്ലോ ഗംഗ ഒളിച്ചോടിയത്. ബാഗും തൂക്കി ഇറങ്ങിയ ഗംഗ വാര്യർ സാറിന്റെ മുമ്പിലാ വന്ന് പെട്ടതെങ്കിൽ സാർ എന്ത് ചെയ്യും? പക്വതയില്ലാത്ത കുട്ടിയല്ലേ, പോയി പ്രേമിച്ചോട്ടെ എന്ന് വിചാരിക്കൂ? ഒരിക്കലുമില്ല. പിടിച്ച പിടിയാലെ മുല്ലമുറ്റത്ത് കൊണ്ടുചെന്ന് വിടും. ചിലപ്പം കൈ നിവർത്തി 2 എണ്ണം കൊടുത്തെന്നും വരും. അത് നമ്മുടെ ഉത്തരവാദിത്വം. അഭിപ്രായ വ്യത്യാസം ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ എന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്നും അമ്മയുമായി മുല്ലമുറ്റത്ത് താമസിക്കാമെന്നുമാണ് ഗംഗയുടെ ഇപ്പോഴത്തെ നിലപാട്. അതിൽ ശരിയുണ്ട്, അതുപോലെ തന്നെ ഒരു ശരികേടുമുണ്ട്. രമേശനെ വിട്ടിട്ട് ഗീതയ്ക്ക് പോരാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അവരമ്മയും മോളും മാത്രമായിട്ട് മുല്ലമുറ്റത്ത് താമസിക്കേണ്ടി വരും. അതെങ്ങനെ ശരിയാവുമെന്ന് നിങ്ങൾ വകതിരിവുള്ളവരൊന്ന് ആലോചിച്ചു നോക്ക്. രണ്ടുപേരുടെയും കാര്യങ്ങൾ ആര് നോക്കും? ജീവിത ചെലവിനുള്ള വക ആര് എവിടുന്ന് കണ്ടെത്തും? സഹായിക്കാമെന്ന് വാര്യർ സാറിന് ഇപ്പൊ തോന്നുമായിരിക്കും. ശരിയല്ലേ? ഈ കുടുംബത്തെ മറന്നിട്ട് സാർ എന്നും അയൽവക്കത്തുള്ളവരെ സ്പോൺസർ ചെയ്യുമോ? ചെലവിന് കൊടുക്കുമോ? ഇവിടെയും ഒരു പെൺകുട്ടി പ്രായമായി വരികയല്ലേ, അതിനെ ഇറക്കി വിടണ്ടേ? എല്ലാത്തിനും ആശ്രയം ശമ്പളം മാത്രം. പെൻഷനാകാൻ ഇനി എത്ര നാളുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കണം. ചുരുക്കത്തിൽ അനിശ്ചിതത്വമാ. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. അല്ല, മുല്ലമുറ്റത്തെ കൃഷിക്കാര്യങ്ങൾ നോക്കി നടത്തിയ 2 പേർക്ക് അല്ലില്ലാതെ കഴിഞ്ഞു പോവാ.
കൃഷിക്കാര്യങ്ങൾ നോക്കി നടത്താനോ പറയാൻ കൊള്ളാം. 4 ചീരയോ വെണ്ടയോ നട്ടാ മതിയോ ചേച്ചി? ചുറുചുറുക്കുള്ള ആണുങ്ങള് ഓടി നടന്ന് ചെയ്തിട്ട് കൃഷി കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. പിന്നല്ലേ ഒരു പെണ്ണൊറ്റയ്ക്ക്? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ചികിത്സയുടെ കാര്യം. ശാരദയിടത്തിയുടെ അസുഖം. ചികിത്സ അങ്ങോട്ട് തുടങ്ങിയാ പിന്നെ പിടിച്ചാ കിട്ടാത്ത പോലെ ആയിരിക്കും പണച്ചെലവ്. ഇപ്പൊ തന്നെ പുള്ളിക്കാരിക്ക് മാസം മരുന്നിന് വേണ്ടി ഞാൻ എത്ര രൂപയാണെന്നോ മുടക്കുന്നത്. നമ്മൾ പിന്നെ അതിന്റെ കണക്കൊന്നും എഴുതി സൂക്ഷിക്കാറില്ല. എത്ര ആയാലും നമ്മുടെ ഗീതയുടെ അമ്മയല്ലേ. ഒരു കാര്യം പറഞ്ഞാൽ മുഷിയരുത്. ശാരദയുടെ അസുഖം ഇത്രയും വഷളായിട്ടും വേണ്ടതുപോലുള്ള ചികിത്സ കൊടുത്തിട്ടില്ല. അക്കാര്യത്തിൽ ഒരലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് പറയാതെ നിവൃത്തിയില്ല. ഏതെങ്കിലും നല്ലൊരു ആശുപത്രി കാണിച്ചിരുന്നെങ്കിൽ. ഇതാ തെറ്റിദ്ധാരണ. ശാരദയടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ലീവ് എടുത്തിട്ടുണ്ടെന്നറിയാമോ? എല്ലാം റെഡിയാക്കി വണ്ടിയും വിളിച്ചു കഴിയുമ്പോ പുള്ളിക്കാരി അങ്ങടയും. ഈ ജമ്മം വരാൻ കൂട്ടാക്കത്തില്ല. അതിന്റെ പേരില് സൗദാമിനി കുറെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ടു. എന്റെ കുറെ കാശും പോയി. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നതാ. ചേച്ചി അടുക്കുന്നില്ല. അതേസമയം ഗംഗ കൂടെ അടുത്തുണ്ടെങ്കിൽ ചേച്ചി ആശുപത്രിയിൽ വരാൻ തയ്യാറാകുമെന്ന എന്റെ ഒരു പ്രതീക്ഷ. അതിനാ ഗംഗയെ കൊണ്ടുപോകാൻ വന്നത്. വായി വരുന്നതൊക്കെ ചിലപ്പോൾ ഞാനങ്ങ് വിളിച്ചു പറയും. ഈ യൂണിഫോം ദേഹത്ത് കയറിയിട്ട് കുറെ കൊല്ലമായില്ലേ എന്ന് കരുതി ബാഹുലയൻ മനസാക്ഷി മരവിച്ചു പോയനൊന്നുമല്ല. ഗംഗയുടെയും ശാരദേച്ചിയുടെയും ജീവിതം ഇങ്ങനെ ദുരിതത്തിൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല. അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനുള്ള ചുമതല എനിക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ മനുഷ്യനാന്ന് പറഞ്ഞ് നടന്നിട്ടെന്താ? ഞാൻ സംസാരിച്ചത് അത്രയും ആത്മാർത്ഥമായിട്ടാണ്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലണം. മോളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. എന്റെ കൂടെ അയക്കണം. എന്റെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. കേട്ടോ ചേച്ചി? വാ. അമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ? എന്നിട്ടിപ്പോ ആ മനുഷ്യന്റെ വാക്ക് കേട്ട് അച്ഛനെ വിളിച്ചോണ്ട് വന്നെന്തിനാ? രുക്മിണിയെ ഞാനാ മോളെ വിളിച്ചോണ്ട് വന്നത്. ബാഹുലയൻ സാർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. അത് കാര്യമല്ല, അവരുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള തന്ത്രമാണ്. അങ്ങനെ തന്ത്രം പ്രയോഗിക്കാനുള്ള സാഹചര്യം ഇപ്പൊ എന്താ ഉള്ളത്? അഥവാ അതുകൊണ്ട് അവർക്കുള്ള നേട്ടമെന്താ? ഗീതേച്ചിയോട് ഇല്ലാത്ത സ്നേഹം ഇപ്പൊ രമേശ് ഏട്ടന്റെ അച്ഛന് ഗംഗയോട് പൊട്ടിമുളയ്ക്കാൻ എന്താ കാരണമെന്ന് അച്ഛൻ പറ. ഗീതയോട് ശാരദേച്ചിയോടും കാണിച്ച അവഗണന അല്പം കടന്നുപോയെന്ന് തോന്നിക്കാണും. എന്നിട്ട് അതുമൂലം കുറ്റബോധം ഉണ്ടായെന്നാണോ? അച്ഛനും അമ്മയും വിശ്വസിക്കുമായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, SIയുടെ വക്രബുദ്ധിയിൽ തെളിഞ്ഞ എന്തോ ഒരു കൗശലവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന്. ഒന്ന് പതുക്കെ പറ മോളെ. കേൾക്കുന്നെങ്കിൽ കേക്കട്ടെ. അതിന്റെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിച്ചോളാം. ആരെങ്കിലും ഒരാൾ തുറന്ന് സംസാരിക്കണ്ടേ? നീ ഇങ്ങനെ ക്ഷോഭിക്കുന്നു. ഗംഗയുടെ അഭിപ്രായം എന്താണെന്നറിയട്ടെ. മോക്കെന്താ പറയാനുള്ളത്? എനിക്ക് ഇത് ഒരുമാതിരി റാഗ് ചെയ്യുന്ന പോലെയാണല്ലോ. അയാളുടെ വീട്ടിലേക്ക് പോകാൻ സമ്മതമാണെങ്കിൽ ഗംഗ എങ്ങനെ തപ്പിത്തടഞ്ഞു നിൽക്കുവോ? തുറന്നു പറയില്ലേ? ഇവിടെ തന്നെ തുടർന്ന് താമസിച്ചാൽ മതിയെന്ന് ഗംഗയ്ക്ക് പറയാൻ മടിയുണ്ടാവും. ഒരു വിചാരണ.
നല്ല മനസ്സോടെ ആ പുള്ളി വിളിക്കുന്നതെന്നാ എനിക്ക് തോന്നിയത്. അങ്ങനെ തോന്നിച്ചത് അയാളുടെ മിടുക്ക്. കേൾക്കുമ്പോ ഏതൊരാൾക്കും ശരിയാണെന്ന് തോന്നും. പക്ഷെ അച്ഛൻ കണ്ടതല്ലേ ശാരദേന്റെ ചങ്ങല കിട്ടിരിക്കുന്നത്. അതിനും മടിയില്ലാത്തവർ ഗംഗയ്ക്ക് സമാധാനം കൊടുക്കുമെന്നാണോ? പ്രതിക്കൂട്ടിൽ നിർത്തി ഇവളെ പൊരിക്കും. ആ സൗദാമിനി എന്ന് പറയുന്ന സാധനം. ഇതുവരെ ഗീതേച്ചിയായിരുന്നു അവരുടെ ഇര. ഇനി ഗംഗയെ കൂടെ ആ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നോക്കുമോളെ, നീ സംസാരിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ്. ഈ വീട്ടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള അറിവേ നിനക്കുള്ളൂ. ആളുകളെ മനസ്സിലാക്കാൻ ലോകസഞ്ചാരം നടത്തണമെന്നൊന്നുമില്ല. ഞാനൊന്ന് പറയട്ടെ, ബാഹുലേനും ഭാര്യയും 100% നല്ലവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഹുങ്ക് കൂടുതലുള്ള കൂട്ടരാണ്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്നുള്ള ദാർഢ്യവും ഉണ്ട്. പക്ഷേ എല്ലാ മനുഷ്യരും എന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇന്നലത്തെ സംഭവം അവരെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല സൂചനയാണ്. നമ്മളായിട്ട് ഒരു മാറ്റത്തിനുള്ള വഴി അടയ്ക്കുന്നത് ബുദ്ധിയുമല്ല. ഒരുപക്ഷെ ഇതോടെ ശാരദേട്ടത്തിയുടെയും മക്കളുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായാലോ? ശരിയാ പറഞ്ഞത്. എനിക്ക് വിശ്വാസമില്ല. എനിക്കും പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടല്ല. അതേസമയം ഒരു സാധ്യതയുള്ളത് തള്ളിക്കളയുന്നത് ബുദ്ധിയുമല്ല. ശാരദേട്ടത്തെയും ഗംഗയും മുല്ലമുറ്റത്ത് താമസിപ്പിക്കണമെന്ന് ഞാനും പറഞ്ഞതാണ്. പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ അതിൽ പല വിഷമതകളുമുണ്ട്. ഒന്നാമത് എങ്ങനെ ജീവിക്കുമെന്നുള്ള പ്രശ്നം. പിന്നെ ആ ചേച്ചിയുടെ രോഗത്തിൻ്റെ കാര്യം. ഗംഗയ്ക്ക് ഒറ്റയ്ക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഗംഗയുടെ ആരോഗ്യത്തെക്കുറിച്ച് തന്നെ എനിക്ക് സംശയമുണ്ട്. ആകെ ഒരു വിളർച്ചയും ക്ഷീണവും ഒക്കെ കാണുന്നു. ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. എന്തെങ്കിലും അസുഖമുണ്ടോ മോളെ? ഇല്ല ആന്റി. കുറെ അലഞ്ഞു നടന്നതല്ലേ, അതിൻ്റെതായിരിക്കും. ബാഹുലേന്റെ വാക്ക് നിരസിച്ചിട്ട് ഗംഗയും അമ്മയും മുല്ലമുറ്റത്ത് താമസമാക്കിയെന്നിരിക്കട്ടെ. രണ്ടുപേരും ഒറ്റപ്പെട്ടു പോകും. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു സഹകരണം ഉണ്ടായെന്ന് വരില്ല. എതിർപ്പ് ശക്തമാവുകയും ചെയ്യും. ബന്ധുബലമെന്ന് പറയാൻ ആകെ ഉള്ളത് ആ കുടുംബമാണ്. അവരെ പിണക്കിയിട്ട് എത്ര നാളാ പിടിച്ചു നിൽക്കാൻ കഴിയുക? കുടുംബ സുഹൃത്തുക്കളെന്ന നിലയ്ക്ക് നമ്മളൊക്കെ ഉണ്ടെങ്കിലും പരിമിതികൾ ഉണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത് ഗംഗ ആ നരകത്തിലേക്ക് പോകണം തന്നെയാണോ? നരകമെന്നൊക്കെ നീ മുൻവിധി എഴുതാതെ. സ്വർഗമല്ലായിരിക്കാം, എന്നാലും അതൊരു വീടാണ്. മനുഷ്യർ താമസിക്കുന്ന വീട്. മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരെന്ന് അടിവരയിട്ട് പറയച്ചാ. എന്തിനും മുടക്കം പറയാതെ ഉമേ, പ്രായോഗിക ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കണം. നിന്നെപ്പോലെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുമുണ്ട് ഗംഗയുടെ കാര്യത്തിൽ. ഗംഗ എത്ര നാൾ ഇവിടെ താമസിക്കുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എല്ലാറ്റിനും പരിധികളും പരിമിതികളുമുണ്ട്. ഒരിക്കലും മോളെ ഇവിടുന്ന് ഒഴിവാക്കുകയല്ല. എനിക്കറിയാം ആര്യരംഗിൾ, ഇവിടെ കിട്ടുന്ന കരുതലും സുരക്ഷിതത്വവും മറ്റെവിടെയും കിട്ടുമെന്ന് പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ അങ്കിള് പറഞ്ഞതുപോലെ പ്രായോഗിക ബുദ്ധി അത് വളരെ പ്രധാനമാണ്. അച്ഛന്റെ വാക്ക് കേട്ട് നീ പോകാൻ തീരുമാനിക്കണോ? ഒന്ന് പരീക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഗംഗെ, ഗീതേച്ചിയും അമ്മ അവിടെ ഉണ്ടല്ലോ. അവരനുഭവിക്കുന്ന യാതന പങ്കിടാനാണെങ്കിൽ ആയിക്കോട്ടെ, ഞാനത് അനുഭവിക്കേണ്ടവളല്ലേ. ഈ തീരുമാനം അബദ്ധമാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഞങ്ങള് നിർബന്ധിച്ചു എന്ന് വിചാരിക്കരുതേ മോളെ. ഒരിക്കലും ഇല്ല അങ്കിൾ. ജീവിതത്തിലെ മറ്റൊരധ്യായമാണിതെന്ന് കരുതിക്കോളാം. ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഗംഗയെ കൊണ്ടുപോയെന്നൊരു പരാതി പിന്നീട് ഉണ്ടാവരുത്. ഇവിടെ ആരും അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം. സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാലും എന്റെ ടെൻഷൻ മുഴുവൻ ആ കുട്ടിയുടെ ഭാവിയെ കുറിച്ചാ സാറേ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. മാഷ് പോയി.
ശാരദയെടുത്തിയാണെങ്കിൽ ഈ അവസ്ഥയിലുമായി. ഗീതയ്ക്കൊരു കുടുംബജീവിതമുണ്ട്. ഗംഗയുടെ കാര്യവും ശരിയാ. സ്നേഹിച്ച പുരുഷന് വേണ്ടിയിട്ടാണല്ലോ ആ കുട്ടി ഈ അനർത്ഥമൊക്കെ കാണിച്ചത്. അയാളാവട്ടെ വെളിപ്പുറത്ത് പോയിട്ട് എവിടെയെന്ന് പോലും നിശ്ചയമില്ല. ഗിരിയുടെ കൂടെ ഗംഗ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവണം. ആ കുട്ടിയുടെ ജീവിതം സുരക്ഷിതമാവണം. അതിനുള്ള വഴിയാ ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അവന്റെ വീട്ടുകാർ 7-നും 8-നും അടുക്കാതെ നിൽക്കുകയല്ലേ. ഗംഗയോട് അവർക്ക് ഒരു സഹതാപവും ഇല്ലെന്നാ ഞാൻ അറിഞ്ഞത്. ആ നിലപാടിന് മാറ്റം വരണം. അത് അവര് വിചാരിക്കണം. അവരെ കൊണ്ട് വിചാരിപ്പിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ഗിരിയുടെ അമ്മയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. വേണ്ടത്ര ലോകപരിചയമോ സംസ്കാരമോ ഒന്നുമില്ലാത്ത പാർട്ടിയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപടി ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. ശ്രമിച്ചാൽ നടക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ഒത്തുതീർപ്പ് അത് മതി. എനിക്ക് ആ വിഷയത്തിൽ സംശയമുണ്ട്. എന്റെ മനസ്സിൽ തോന്നുന്ന എന്താണെന്ന് തുറന്നു പറയാൻ സാറേ. അന്ന് ഗംഗ ഇവിടുന്ന് പുറപ്പെട്ടു പോയപ്പോഴേക്കും കഥയറിയാതെ ഗിരി ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു. അതായത് ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും അവർ ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല സാറേ. അത് ഭാഗ്യമാണെന്ന് ഞാൻ പറയും. കാരണം താലികെട്ട് നടന്നിട്ടില്ല. ചുരുക്കത്തില് മനസ്സിലെ മാംഗല്യമാണ് നടന്നിരിക്കുന്നത്. അതില് വലിയ അർത്ഥമൊന്നുമില്ല. ഗംഗയെ സ്വീകരിക്കില്ലെന്ന് ഗിരിയുടെ വീട്ടുകാര് കട്ടായം പറഞ്ഞാൽ വേണ്ടെന്നേ. പക്ഷെ സാറേ, ഗംഗയെ കൊണ്ട് മറ്റൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം. ആ കുട്ടി അതൊന്നും അംഗീകരിക്കില്ല. അവിടെയാണ് ശരിക്കും നമ്മുടെ റോൾ. ബന്ധുവാണ്, കുടുംബ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായില്ല. കാര്യകാരണ സഹിതം ഗംഗയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഗംഗയുടെ മനസ്സ് മുഴുവൻ ഗിരിയാ. അവന്റെ മനസ്സ് നിറയെയോ? സ്നേഹം എന്ന് പറയുന്നതേ അങ്ങോട്ട് മാത്രം പോരാ, ഇങ്ങോട്ടും വേണം. അപ്പോഴാ അതിനർത്ഥം ഉണ്ടാകുന്നത്. വൺ സൈഡ് ആയിട്ടുള്ള ഏത് ബന്ധവും വേസ്റ്റ് ആണ്. അത് ഗംഗ തിരിച്ചറിയണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വാര്യ സാറിന് ഉറപ്പുണ്ടോ ഗിരി ഗംഗയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന്? അതിപ്പോ ഇല്ല, അതാണ് സത്യം. എന്നാ ഞാൻ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ഗിരി എന്ന് പറയുന്നവനെ ഗജ ഫ്രോഡാണ്. ഒരുപാട് പുള്ളികളെ കണ്ടുള്ള അനുഭവത്തിന്റെ ബലത്തിലാണ് ഞാനിത് പറയുന്നത്. അവൻ തട്ടിപ്പും തരികിടയും ആണെന്നുള്ള കാര്യത്തിന് തർക്കം വേണ്ട. അത് ഗംഗയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഏത് നിന്റെ ക്ഷീണത്തെക്കുറിച്ചും വിളർച്ചയെക്കുറിച്ചും അച്ഛൻ മുമ്പേ ചോദിച്ചപ്പോ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാനും പേടിച്ചു. മതി. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മറക്കണ്ട. ഗീതേച്ചിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴുള്ള എൻ്റെ ഒരു ഭയം അത് തന്നെയാ. ഇനി എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴുണ്ടാവുന്ന കോളിളക്കങ്ങൾ എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. എല്ലാവരുടെ സ്വഭാവം അതോടെ മാറും. പ്രത്യേകിച്ച് ഗീതേച്ചിയുടെ അമ്മായിയമ്മ പൊട്ടിത്തെറിക്കാൻ അവസരം നോക്കിയിരിക്കുന്ന ആളാ. നീ ഈ രഹസ്യം ഗീതേച്ചിയോട് പറയണം ഗവി. ഗീതേച്ചിയോടോ? ആ, പെട്ടെന്നല്ല, സാവധാനത്തിൽ അറിയിക്കണം. ഏറ്റവും അടുത്ത ആളെന്ന് പറയാൻ ഇപ്പൊ നിന്റെ ചേച്ചിയല്ലേ ഉള്ളത്. അറിയട്ടെ, അതാ നല്ലത്. അപ്പോഴേക്കും ഗിരിയെക്കുറിച്ചും എന്തെങ്കിലും അറിയും. ഗിരിയുടെ വിവരം കിട്ടിയിരുന്നെങ്കിൽ എന്തിനൊരു സമാധാനം ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയുടെ കാര്യം പോലും ധൈര്യമായി വെളിപ്പെടുത്താമായിരുന്നു. ഒക്കെ ശരിയാവും ഗംഗ. ഞാൻ നിന്നെ കാണാൻ വരാം. ഗീതേച്ചിയെ ആലോചിച്ച് നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കാണാം. ചേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ടെൻഷനുണ്ട്. ഇത്തരം വലിയ കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്ത് പറഞ്ഞാലും അതിന്റെ മറുവശം മാത്രം ആലോചിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്ക്. എന്റെ അനുഭവം വെച്ച ഉമ്മ ഞാൻ ഓരോന്നും പറയുന്നേ. ഗംഗേ,
പോകാൻ വിളിക്കുന്നു. തൽക്കാലം മോള് രമേശന്റെ അച്ഛന്റെ കൂടെ ചെല്ല്. കുറച്ചു ദിവസം കഴിയുമ്പോ ശാരദേച്ചിയും കൂട്ടി മുല്ലമറ്റത്ത് വരാൻ നോക്കണം. അതിന് കഴിയുമെന്നാ എനിക്ക് തോന്നുന്നേ. തറവാട്ടിലെ അമ്മയും കൊണ്ട് തിരിച്ചു കയറാനുള്ള ഒരു വഴിയായിട്ട് ഈ യാത്രയെ കാണണം. എന്നവാ. ഉമ്മയ്ക്ക് പ്രപ്പോസൽസ് വല്ലതും വരുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഏതെങ്കിലും നല്ല പാർട്ടി ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ അറിയിക്കാം. ഇറങ്ങിയോളെ. ഇതൊരു നല്ല ചേഞ്ച് ആണെന്ന് വിചാരിക്കുകയൊക്കെ. അല്ലെങ്കിലേ എനിക്ക് ഈ തോന്നലുണ്ടാവൂ. വന്ന് കേറിയാട്ടെ, അവിടെ എല്ലാരും കാത്തിരിക്കുക. മോള് വിഷമിക്കണ്ട, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം. എന്താവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ മടിക്കണ്ട. ഇതാ ഇപ്പൊ നന്നായത്. ആവശ്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഇനി ഞങ്ങളുണ്ടല്ലോ. കേട്ടോ ചേച്ചി, ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. അതുപോലെ ഉമ്മയ്ക്ക് എപ്പം കൂട്ടുകാരെ കാണണമെന്ന് തോന്നുന്നുണ്ടോ അപ്പ വീട്ടിലേക്ക് വരാം. കേട്ടോ മോളെ? ശാരദേച്ചിയെ ഡോക്ടറെ കാണിക്കുന്ന കാര്യം ഓർത്തോണേ ഗംഗേ. അത് പ്രത്യേകം പറയണോ? ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ വൈകിക്കണ്ട. പോയിട്ട് വാ മോളെ. എല്ലാം നേരെയാവാൻ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ചെല്ല്. ഇങ്ങോട്ട് കയറും മോളെ. അപ്പൊ പിന്നെ ശരി. ഇവൾക്കായി ഉറ്റവർ സ്നേഹം കൊണ്ട് തുലാഭാരം നടത്തി. ഇവളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഉടയവർ നിത്യവും പ്രാർത്ഥിച്ചു. പക്ഷേ അതെ, അതൊരു വലിയ പക്ഷേയാണ്. അനിവാര്യമായ ദുരന്തങ്ങളുടെ സഹയാത്രികയാകേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഗംഗ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.